ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഫെബ്രുവരി 5 നെയ്മർ ജൂനിയർ തൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രസീലിൽ ഒരു കോൺട്രവേഴ്സി ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അതായത് CBFന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് നെയ്മർ ജൂനിയർക്ക് ബർത്ത്ഡേ വിഷ് നൽകിയിരുന്നില്ല. ഇത് ബ്രസീലിൽ വലിയ രൂപത്തിൽ വിവാദമായി. പ്രത്യേകിച്ച് അവിടുത്തെ ഇൻഫ്ലുവൻസർമാരും നെയ്മറുടെ സുഹൃത്തുക്കളും ഇത് വലിയ വിവാദമാക്കി. അതായത് മറ്റുള്ള താരങ്ങൾക്ക് ബർത്ത്ഡേ വിഷ് നൽകുന്ന CBF എന്തുകൊണ്ട് നെയ്മറോട് വിവേചനം കാണിച്ചു എന്ന ചോദ്യം ഉയർന്നു. പ്രത്യേകിച്ച് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് നെയ്മർ ജൂനിയർ ആണ്. അദ്ദേഹത്തെ അവഗണിച്ചത് വലിയ രൂപത്തിൽ വിവാദമായി. അതിനുള്ള ഒരു വിശദീകരണമൊക്കെ ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതായത് വേൾഡ് കപ്പ് നേടിയ താരങ്ങൾക്ക് മാത്രമേ CBF ബർത്ത്ഡേ വിഷുകൾ നൽകാറുള്ളൂ എന്നായിരുന്നു വിശദീകരണം. പക്ഷെ അത് പാളിപ്പോവുകയും ചെയ്തു. നേരത്തെ വിനീഷ്യസ് ജൂനിയർക്കൊക്കെ അവർ ബർത്ത്ഡേ വിഷ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ CBF നെയ്മറോട് മാപ്പ് പറഞ്ഞു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് CBFന്റെ പ്രസിഡന്റായ സമീർ സൗദ് നെയ്മർ ജൂനിയറെ വിളിച്ചിരുന്നു. എന്നിട്ട് ഈ വിഷയത്തിൽ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഓ ഗ്ലോബോ എസ്പോർട്ടസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെയ്മർക്ക് ബർത്ത്ഡേ വിഷ് നേരാത്തത് തെറ്റായി പോയി എന്നുള്ളത് CBF മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് അവരുടെ പ്രസിഡന്റ് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സമീർ സൗദും നെയ്മർ ജൂനിയറും അടുത്ത സുഹൃത്തുക്കളാണ്. ഇടയ്ക്കിടെ ഇവർ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്യാറുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ വിവാദത്തിന് അവിടെ വിരാമമാവുകയാണ്. നെയ്മർക്ക് ബർത്ത്ഡേ വിഷ് നൽകാത്തത് തെറ്റായി പോയി എന്നുള്ളത് ഇപ്പോൾ CBF മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.